എൻ്റെ പേര് പ്രലോഭ് ജിഷ്ണു. ഞാൻ ചാർക്കോസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്മിഷൻ കോർഡിനേറ്ററാണ്. നമ്മുടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് മൈസൂരിലെ വിജയനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത് BSc നഴ്സിംഗ് പിന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാണ്. അലൈഡ് ഹെൽത്ത് സയൻസിൽ തന്നെ BSc OT and AT, അതായത് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ, പിന്നെ റെസ്പിറേറ്ററി കെയർ ടെക്നോളജി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി, മെഡിക്കൽ ലാബ് ടെക്നോളജി എന്നിവ കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ BHA, അതായത് ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് റീനൽ ഡയാലിസിസ് ടെക്നോളജി കോഴ്സും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റിയാണ്. നമ്മൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. നമുക്ക് സ്റ്റുഡൻസിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് 2 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. കോളേജും ക്യാമ്പസും ഒരേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. അതുകൂടാണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും നമുക്ക് നിയർ ബൈ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റുള്ള കോളേജുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ്. പല കോളേജുകളും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നാട്ടിൽ തന്നെ, അതായത് ഇന്ത്യയിൽ തന്നെ ഉള്ള റിക്രൂട്ട്മെൻറ്റാണ്. നമ്മൾ ഇവിടെ എങ്ങും ചെയ്യാത്ത ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവാണ് ഇവിടെ നടത്തുന്നത്. അതായത് അബ്രോഡ് റിക്രൂട്ട്മെൻറ്റ്. നമുക്ക് ഇൻ ഹൗസ് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ്ങും OET ട്രെയിനിങ്ങും NCLEX ട്രെയിനിങ്ങും ഉണ്ട്. അത് ജർമ്മൻ ട്രെയിനിങ് നടത്തുന്നതാവട്ടെ ജർമ്മനിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് നേരിട്ട് വന്നിട്ടാണ് ഇവിടെ ട്രെയിനിങ് ചെയ്തത്. അതേപോലെ ഇൻ്റർവ്യൂസും എല്ലാ 2 മാസം കൂടുമ്പോഴും നമുക്ക് കോളേജിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് കുട്ടികളും പ്ലേസ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇൻ്റർനാഷണൽ ജോബ് അല്ലെങ്കിൽ ഒരു അബ്രോഡ് ജോബ് നമുക്ക് ഇവിടെ സെക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് BSc റേഡിയോ തെറാപ്പി എന്നുള്ളൊരു കോഴ്സുണ്ട്. ഇത് അലൈഡ് ഹെൽത്ത് സയൻസ് സെൻ്ററിൽ വരുന്നൊരു കോഴ്സാണ്. ഇവിടെ മറ്റുള്ള ഒരു മെഡിക്കൽ കോളേജുകളിലും ഇല്ലാത്തൊരു കോഴ്സാണ് ഈ റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. അത് നമുക്ക് 10 സീറ്റ് ഇൻടേക്ക് ഉണ്ട്. അത് സ്വന്തമായിട്ട് ക്യാൻസർ ഹോസ്പിറ്റൽ ഉള്ളൊരു കോളേജിന് മാത്രമേ അഫിലിയേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ നമ്മുടെ കോളേജിൻ്റെ അഫിലിയേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കോളേജ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ നമുക്കുണ്ട്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ നമുക്കുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് ജർമ്മനി പോകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് +2 കഴിഞ്ഞിട്ട് നേരിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അതിൽ ഫെയിലിയർ ആവുന്നുണ്ട്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ ഒബ്വിയസ്ലി UK-യും ജർമ്മനിയും അയർലൻഡും എന്നുള്ള സ്വപ്നം കൊണ്ടായിരിക്കും എല്ലാ കുട്ടികളും ക്യാമ്പസിലേക്ക് വരുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഷുവറായിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കും. അതും ഇൻ്റർനാഷണൽ പ്ലേസ്മെൻറ്റ്, ജർമ്മൻ ആവട്ടെ അതേപോലെ UK ആവട്ടെ, പ്ലേസ്മെൻറ്റ് ഞങ്ങൾ ഇവിടെ തന്നെ കൊടുക്കും. അതിനുള്ള ട്രെയിനിങ് നമ്മൾ ക്യാമ്പസിൽ വെച്ചിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിന് അഡീഷണൽ ആയിട്ട് ഫീസൊന്നും മേടിക്കുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുപോലെ തന്നെ റിക്രൂട്ട്മെൻറ്റിനും കുട്ടികളുടെ കയ്യിൽ നിന്ന് സിംഗിൾ പെന്നി നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് പഠിച്ചു കഴിയുന്ന ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. പുറത്തേക്ക് പോകുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ ഇൻ ഹൗസ് ജർമ്മൻ ട്രെയിനേഴ്സ് ഉണ്ട്. അതേപോലെ UK എന്നുള്ള ട്രെയിനേഴ്സും ഉണ്ട് OET പഠിപ്പിക്കാനായിട്ട്. പിന്നെ ഓസ്കി ലാബ് നമുക്ക് കോളേജിൽ അവൈലബിൾ ആണ്. അത് മറ്റൊരു കോളേജിലും അവൈലബിൾ അല്ല. ഓസ്കി ലാബ് എന്ന് പറയുന്നത് ഓസ്കിക്ക് OET ട്രെയിനിങ് കഴിഞ്ഞിട്ട് UK-യിലേക്ക് പോകുന്ന സ്റ്റുഡൻസിന് അവിടെ ചെന്നിട്ട് എഴുതേണ്ട എക്സാമാണ് ഈ ഓസ്കി എന്ന് പറയുന്നത്. അതിനുള്ള ട്രെയിനിങ് നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ലാംഗ്വേജ് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു കുട്ടി ജർമ്മനിയിലേക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി പോയിന്നിരിക്കട്ടെ. ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ പോകുന്ന എല്ലാ സ്ഥലം സെറ്റായിക്കോളൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നിട്ട് 1-2 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് മാറി ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് UK-യിൽ നേരത്തെ പോയിട്ടുള്ള ഒരുപാട് നഴ്സിംഗ് കാൻഡിഡേറ്റ്സ് അവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജർമ്മനിയിലേക്ക് പോയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് നാളെ അവർക്കൊരു മാറ്റി ചിന്തിക്കണം. UK-യിലേക്ക് ട്രൈ ചെയ്യണം അല്ലെങ്കിൽ വേറെ ഒരു കൺട്രിയിലേക്ക് ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്ന സമയത്തേക്ക് അവർക്ക് വീണ്ടും തിരിച്ച് ചാർക്കോസിലേക്ക് തന്നെ വന്നിട്ട് ഇവിടുന്ന് ട്രെയിനിങ് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. OET ആവട്ടെ ഇനി NCLEX ആവട്ടെ അവർക്ക് ഫ്രീ ട്രെയിനിങ് ഇവിടുന്ന് വീണ്ടും ലഭിക്കും എന്നുള്ളതാണ്. അത് എടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കൺട്രിയിലേക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റും. മൾട്ടിപ്പിൾ ചോയ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഉള്ളത്. ക്ലാസ് റൂംസ് ആവട്ടെ പ്രൊജക്ടർ ക്ലാസ് റൂംസ് ആണ്. ഡിജിറ്റൽ ലൈബ്രറി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രീമിയം ഹോസ്റ്റൽ സൗകര്യങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നത്. ബോയ്സും ഗേൾസും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് ഉണ്ട്. അതേപോലെ ട്രാൻസ്പോർട്ടേഷനും കോളേജിൽ നിന്ന് അവൈലബിൾ ആണ് ഹോസ്റ്റലിലേക്കുള്ള. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേറെ ഒരു മോഡ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതും തിരിച്ച് ഹോസ്റ്റലിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്നതും നമ്മുടെ കോളേജിൻ്റെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ലോൺ സൗകര്യങ്ങളെല്ലാം ഇവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കോളേജിലേക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാം. കാര്യങ്ങളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും.